അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പരിമിതികൾ ഒരിക്കലും അത് പരിമിതമായി കാണാൻ പാടില്ല. നമുക്കറിയാവുന്നതുപോലെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് പരിമിതികൾ യഥാർത്ഥ പരിമിതികൾ അല്ല എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ്. നമ്മൾ ഓരോരുത്തരും സ്വപ്നം കാണുന്നവരാണ്. സ്വപ്നം കണ്ട് ആ സ്വപ്നത്തിൻ്റെ പിറകെ പോയി യഥാർത്ഥ സ്വപ്നത്തിൻ്റെ ലക്ഷ്യം തേടിപ്പോയി അവസാനം വിജയത്തിലേക്ക് വരിക്കുന്നൊരു അത്തരത്തിലുള്ളൊരു ലക്ഷ്യം കണ്ടെത്തുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷേ പല ആളുകളും കണ്ട സ്വപ്നത്തെ ഒഴിവാക്കുകയാണ്. എനിക്കതിന് പറ്റില്ല, എനിക്കതിന് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ട സ്വപ്നത്തെ ഒഴിവാക്കുകയാണ്. അത്തരത്തിലുള്ള ഒരുപാട് ആളുകളെ നമുക്ക് നമ്മുടെ സദസ്സിൽ നിന്ന് തന്നെ എടുത്തു നോക്കാൻ കഴിയും. ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്, പക്ഷെ അതിലേക്കൊന്നും എത്തിപ്പെടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തമായി മാറി നിൽക്കുകയാണ്. പക്ഷേ എത്രയൊക്കെ കുത്തുവാക്കുകൾ കൊണ്ടുവന്നാലും എത്രയൊക്കെ ആക്രോശങ്ങൾ വന്നാലും നമ്മളതിന് തളരാൻ പാടില്ല. അത്തരത്തിലുള്ള എത്ര ആക്രോശങ്ങൾ വന്നാലും ആക്ഷേപങ്ങൾ വന്നാലും നമ്മൾ തളരരുത്. യഥാർത്ഥ പോരാളിയായി മുമ്പോട്ട് പോകാൻ കഴിയണം. ഒരിക്കലും മറ്റുള്ളവരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല. അവൻ വലിയ ആളാണ്, അവനെ എല്ലാം അറിയാം, എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാൻ പാടില്ല. അവനെ പോലെ കപ്പാസിറ്റി എബിലിറ്റി ഒന്നും എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറാൻ പാടില്ല. എല്ലാ തരത്തിലുള്ള ശക്തിയും എനിക്കൊണ്ട് പറ്റും. ആ സ്വപ്നം കണ്ട് അതിന് മുമ്പോട്ട് പോവുക. അതിൽ മെയിനായിട്ട് വേണ്ടത് നമുക്ക് ആ സ്വപ്നത്തിൻ്റെ മുമ്പോട്ട് പോകുമ്പോൾ കഠിനാധ്വാനവും ആത്മവിശ്വാസമാണ്. നമ്മളിൽ തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടാകണം. പലതരത്തിലുള്ള ഒരു പ്രശ്നം അലയട്ടുന്ന ഒരു വിദ്യാർത്ഥി തൻ്റെ സുഹൃത്തിനോട് പറയുകയാണ്, എനിക്ക് പറ്റുന്നില്ല, എനിക്കൊന്നും പറ്റുന്നില്ല, എന്നെ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് വരുമ്പോൾ തൻ്റെ സുഹൃത്ത് പറയുകയാണ്, നിനക്ക് ഞാൻ പരിഹാരമുണ്ട്. എന്നിട്ട് അദ്ദേഹം ഒരു വൈദ്യൻ്റെ അടുത്ത് കൊണ്ടുപോവുകയാണ്. വല്ലാത്ത അറിവ്, ഈ ആളിൽ നിന്ന് എന്തായാലും നിനക്ക് എന്താവും ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വൈദ്യൻ്റെ അടുത്ത് പോകുന്നു. അദ്ദേഹം പറയുകയാണ്, സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം പറയുകയാണ്, എന്താണ് നിങ്ങളുടെ പ്രശ്നം, പറഞ്ഞോളൂ. അവർ പറയുകയാണ്, എനിക്ക് ഇത്രയൊക്കെ പ്രശ്നമുണ്ടെന്ന് വല്ലാതെ ഇങ്ങനെ സങ്കടത്തോടെ അദ്ദേഹം പറയുകയാണ്. എനിക്ക് പലയിടത്തിൽ നിന്ന് ചുറ്റുപാടിൽ നിന്ന് ഇങ്ങനെ വല്ലാതെ മാനസികമായ അസ്വസ്ഥത പലതരത്തിലുണ്ടാകുന്നു. എല്ലാ വിഷയങ്ങളും നീട്ടി അങ്ങനെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം എല്ലാം സമാധാനത്തോടെ കേട്ടതിന് ശേഷം അദ്ദേഹം വീണ്ടും വീട്ടിനുള്ളിലേക്ക് പോയി. വീട്ടിനുള്ളിൽ പോയി ഒരു ഗ്ലാസ് എടുത്തുകൊണ്ട് വന്നിട്ട് അദ്ദേഹം അവരോട് ചോദിക്കുകയാണ്, ഈ ഗ്ലാസ് ഞാൻ ഇങ്ങനെ പിടിക്കുകയാണ്, എന്ത് സംഭവിക്കും? അവർ പറയുകയാണ്, ഒന്നും സംഭവിക്കില്ല. എന്നൊരു 5 മിനിറ്റ് വെക്കുകയാണ്, എന്ത് സംഭവിക്കും? കൈ നല്ല വേദനിക്കുമെന്ന് പറയുന്നു. 5 മണിക്കൂർ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? കൈയിലേക്ക് നരമ്പ് വരെ പൊട്ടിപ്പോകുമെന്ന് അവർ തന്നെ പറയുന്നു. വീണ്ടും ചോദിക്കുകയാണ്, 5 ദിവസം ഞാൻ ഇങ്ങനെ ഗ്ലാസ്സിന് ഇങ്ങനെ പിടിച്ച് എന്ത് സംഭവിക്കും? അവർ പറയുകയാണ്, തീർച്ചയായിട്ടും അങ്ങനെ പിടിക്കാൻ പറ്റില്ല, തളർന്ന് വീഴുക തന്നെ ചെയ്യും. അപ്പോൾ അദ്ദേഹം അവരോട് ചോദിക്കുകയാണ്, ഇങ്ങനെ തളർന്ന് വീഴുന്ന എന്താണ് ഒരു പരിഹാരം? വല്ല പരിഹാരമുണ്ടോ? അപ്പോൾ അവർ പറയുകയാണ്, പരിഹാരം ഒന്നുമില്ല, ആ ഗ്ലാസ് താഴെ വെക്കലേ ഉള്ളൂ പരിഹാരം, വേറൊരു പരിഹാരം ഇതിൽ നിന്ന് കാണുന്നില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം അവരോട് പറയുകയാണ്, ഇതാണ് വേണ്ടത്, നിങ്ങളുടെ പ്രശ്നം എന്താണ്, നിങ്ങളുടെ പ്രയാസം എന്താണ്, അതുപോലെ താഴെ ഇറക്കണം. ഗ്ലാസ് എങ്ങനെയാണ് താഴെ വെക്കാൻ പറഞ്ഞത്, അതുപോലെ പ്രശ്നത്തെ താഴെ ഇറക്കണം. തലക്കെടുക്കാൻ പാടില്ല, മനസ്സിലേക്ക് കയറ്റാൻ പാടില്ല. നിന്റെ ലക്ഷ്യം കണ്ടോ, അതിന് മുമ്പോട്ട് പോവുക. എത്രമാൾ പരിമിതികളുണ്ടോ അതൊന്നും നോക്കാൻ പാടില്ല, മുമ്പോട്ട് പോകണം. യഥാർത്ഥ പരിമിതികളല്ല ഒരു പരിമിതികളും. അങ്ങനെ ഒരുപാട് ആളുകളെ ഉദാഹരണമായിട്ട് എടുക്കാൻ പറ്റും. ഇനി പോകുന്ന വഴിയിൽ പരാജയം ഉണ്ടാകുന്നു, പ്രശ്നമില്ല. പരാജയം എന്താണ്? സ്വാഭാവികമാണ്, എല്ലാവർക്കും പരാജയം ഉണ്ടാകും. ഇനി പരാജയമില്ലാതെ മുമ്പോട്ട് പോകുന്നതിനേക്കാൾ സുഖം പരാജയപ്പെട്ട് മുമ്പോട്ട് പോകുന്നതിന് പലരും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം ഒരു പരാജയം എന്ന് പറയുന്നത്, ആ പരാജയത്തിൽ നിന്ന് മുമ്പോട്ട് പോകുമ്പോൾ ആദ്യത്തിൽ പരാജയപ്പെട്ടിൽ നിന്ന് എല്ലാം പഠിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ നിരവധി മഹത്തുക്കളുടെ പേര് നമുക്ക് പറയാൻ പറ്റും. നമുക്കറിയാമല്ലോ MLA O രാജഗോപാലൻ. അദ്ദേഹത്തെ പറയുകയാണെങ്കിൽ ഒരിക്കലും കേരളത്തിൽ BJP വരില്ല എന്ന് പറയുന്നിടത്ത് അദ്ദേഹം 10 പ്രാവശ്യം തോറ്റു. 10 പ്രാവശ്യം തോറ്റിട്ട് അദ്ദേഹം വിജയിച്ചത്. അങ്ങനെ 10 പ്രാവശ്യം തോക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ എത്രത്തോളം അധ്വാനിക്കണം, അദ്ദേഹം എത്രത്തോളം ആഗ്രഹിച്ചിട്ടുണ്ടാവും. അതൊരു പരിമിതിയായിട്ട് കണ്ടില്ല. BJP എല്ലാവരും തളർത്തുമ്പോൾ അദ്ദേഹം ഒരു പരിമിതിയായി കണ്ടില്ല, യഥാർത്ഥ പരിമിതിയായിട്ട് അദ്ദേഹം കണ്ടില്ല. വീണ്ടും മുമ്പോട്ട് പോയി, ഒരു ആത്മവിശ്വാസത്തോടെ സ്വന്തം കോൺഫിഡൻസോടെ മുമ്പോട്ട് പോയി. അദ്ദേഹം 10 പ്രാവശ്യം തോറ്റപ്പോഴും വിജയിച്ചു അവിടെ. അങ്ങനെ നിരവധി പേരുടെ, നിങ്ങൾക്കറിയാമല്ലോ എബ്രഹാം ലിങ്കൻ. എന്തായിരുന്നു എബ്രഹാം ലിങ്കൻ? ആരായിരുന്നു എബ്രഹാം ലിങ്കൻ?
തൻ്റെ ടീച്ചർ ചോദിക്കുകയാണ്, നിനക്ക് എന്താണ് ആഗ്രഹം? പല കുട്ടികളോടും ചോദിക്കുമ്പോൾ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്കും പറയാനുണ്ടാവും പലതരത്തിലുള്ള കാര്യങ്ങൾ, നിങ്ങൾ ഓരോരുത്തരും പറയും. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇടയ്ക്ക് എബ്രഹാം ലിങ്കൻ പറഞ്ഞു, എനിക്ക് അമേരിക്കൻ്റെ പ്രസിഡന്റ് ആവണം. ടീച്ചർ ചിരിച്ചു. ഒരിക്കലും ഒരു അധ്യാപക ചെയ്യാൻ പാടില്ലാത്ത കാര്യം അവിടെ ചെയ്തു. ചിരിച്ചു, എല്ലാവരും ചിരിച്ചു. പക്ഷേ അദ്ദേഹത്തിന് വിഷമമായി. എന്നിട്ടോ അദ്ദേഹം നിർത്തിയോ? അദ്ദേഹം മുമ്പോട്ട് പോയി. അദ്ദേഹം പലതരത്തിലുള്ള തോൽവി ഏറ്റുവാങ്ങാൻ വേണ്ടി വന്നു. പലതരത്തിലുള്ള എല്ലാ സെക്ഷനുകളും അദ്ദേഹം തോറ്റു. പക്ഷേ അവസാനം 51-ാമത്തെ വയസ്സിൽ അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റായി. അതുപോലത്തെ നിരവധി ആളുകളെ ഉദാഹരണം എടുക്കാൻ പറ്റും. നമുക്കറിയാമല്ലോ, നമ്മുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന APJ അബ്ദുൽ കലാം. അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ നാട്ടിലെ അവസ്ഥ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആദ്യകാല തുടക്കം? എത്രത്തോളം പരിമിതികളുണ്ടായിരുന്നു? ക്യാഷ് ഉണ്ടോ? പഠിക്കാൻ വല്ല വ്യവസ്ഥയുണ്ടോ? ഒന്നുമില്ല. ഇതൊന്നും യഥാർത്ഥ പരിമിതിയായി അവർ കണ്ടില്ല എന്നുള്ളതാണ്. പഠിക്കാൻ കഴിയുന്ന രൂപത്തിൽ പഠിച്ചു, ഉയരാൻ പറ്റുന്ന രൂപത്തിൽ ഉയർന്നു, സ്വന്തം ആത്മവിശ്വാസം കോൺഫിഡൻസോടെ മുമ്പോട്ട് വന്നു. അദ്ദേഹം വിജയിച്ചില്ലേ? അദ്ദേഹം ജീവിതത്തിൽ വലിയ വിജയിച്ചു. മറ്റുള്ളവർക്ക് ഇൻസ്പയർ ആകുന്ന ജീവിതം അദ്ദേഹം നുണഞ്ഞില്ലേ? അപ്പോൾ എന്താണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇങ്ങനെ നിരവധി പേരുടെ ഉദാഹരണം ഇങ്ങനെ എടുത്ത് പറയാൻ പറ്റും. അതുപോലെ തന്നെ ജാക്ക് മാ എന്ന വ്യക്തിയെ നിങ്ങൾക്കറിയില്ലേ? ചൈനയുടെ സമ്പന്നന്മാരുടെ പട്ടികയിൽ വലിയ സ്ഥാനമുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? അദ്ദേഹത്തിന്റെ ജീവിതം തുടക്കം എന്തായിരുന്നു? അദ്ദേഹം 4-ാം ക്ലാസ്സിൽ 3 പ്രാവശ്യം തോറ്റു, 8-ാം ക്ലാസ്സിൽ 2 പ്രാവശ്യം തോറ്റു. ഇങ്ങനെ തോൽവി നിരന്തരം ഏറ്റുവാങ്ങേണ്ടി വന്ന വ്യക്തിയാണ് അദ്ദേഹം ഒരു KFCയുടെ ആപ്ലിക്കേഷനുമായി മുമ്പോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് എന്താ സംഭവിച്ചത്? 24 പേരിൽ 23 പേർക്ക് ആപ്ലിക്കേഷൻ കിട്ടി, അദ്ദേഹത്തിന് കിട്ടിയില്ല. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? വീണ്ടും നിന്നു അവിടെ ഇല്ല. അദ്ദേഹം ഒരു പരിമിതിയെ കണ്ടില്ല. അദ്ദേഹത്തിന് ഉയരാൻ പറ്റുമെന്ന് തോന്നി അദ്ദേഹം വന്നു. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഐ കോഡ് അലിബാബ 1001 മിസ്റ്റേക്ക്. 1001 മിസ്റ്റേക്കിൽ നിന്നാണ് അദ്ദേഹം alibaba.com എന്ന സ്ഥാപനം ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻസ്പയർ ആകുന്ന വ്യക്തികളെ നമുക്ക് ഒരുപാട് പേര് പറയാൻ പറ്റും. ഇങ്ങനെ ഇൻസ്പയർ ആകുന്നതോടുകൂടി അവരെ കണ്ട് നമ്മൾ പഠിക്കണം, അവരുടെ പുസ്തകങ്ങൾ വായിക്കണം. എന്നാൽ നമുക്ക് മനസ്സിലാകും ഒരുപാട് മുൻകാല മഹത്തുക്കൾ എത്രത്തോളം പരിശ്രമിച്ചു, അവരൊരു പ്രയാസമായി കണ്ടില്ല എന്നുള്ളതാണ്. നമുക്കിന്ന് പഠിക്കാനുള്ള സൗകര്യമുണ്ട്, മറ്റുള്ളതുണ്ട്. പരിമിതികൾ എന്ന് പറയുമ്പോൾ നമുക്ക് അംഗവൈകല്യമുള്ള ഒരുപാട് ആൾക്കാരെ കാണാം. സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഷിയാബ് CP പോലെ അതുവരെ അത്തരത്തിലുള്ള ആൾക്കാരെ നോക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാകുന്നത്? നമ്മൾക്ക് കൈയുണ്ട്, കാലുണ്ട്, മറ്റുള്ളവരുണ്ട്. പക്ഷേ നമ്മൾ മടിയോട് പലതും ചെയ്യുന്നില്ല. നമ്മുടെ ആത്മവിശ്വാസം, നമ്മുടെ ബോധം ഉണ്ടാവുന്നില്ല നമ്മുടെ മനസ്സിൽ. അവരൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? കൈയുമില്ല, കാലുമില്ല, എന്നിട്ടും എന്തൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നേറണം. നമ്മൾ ഒരു സ്വപ്നം കാണണം, ആ ലക്ഷ്യത്തിലേക്ക് മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. നമ്മൾ വിജയം വരിക തന്നെയും മറ്റുള്ളവർക്ക് ഇൻസ്പയർ ആകുന്ന ജീവിതം നമുക്ക് സ്വന്തം സൃഷ്ടിക്കാൻ പറ്റണം. അതിൽ നിന്ന് വീണ്ടെടുത്ത് നിന്ന് മറ്റുള്ളവർ എഴുന്നേറ്റ് പറക്കണം. ഇത്തരത്തിലുള്ള ജീവിതം നമുക്കും സാധ്യമാക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.